ഇവിടെ യേശുക്രിസ്തു നമ്മളതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തു പറയുന്നത് പരീശന്മാരും ശാസ്ത്രിമാരും, അതായത് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദൈവവേലക്കാർ, ദൈവം ശ്രേഷ്ഠമായ വേല ഏൽപ്പിച്ചിട്ടുള്ള ദൈവദാസന്മാർ, അവർ മോശയുടെ പീഠത്തിലിരിക്കുന്നു. ദൈവം ഏൽപ്പിച്ചതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടർ ദൈവം കൊടുത്ത ആ സ്ഥാനം കൊണ്ട് അവർ മനുഷ്യരുടെ മുമ്പിൽ തങ്ങളെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ നോക്കുകയാണ്. മനുഷ്യരുടെ മുമ്പിൽ അവരുടെ മന്ത്രപ്പട്ട വലുതാക്കുന്നു. മനുഷ്യർ അവർക്ക് പല സ്ഥാനങ്ങളും മനുഷ്യർ അവർക്ക് കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവം കൊടുത്ത സ്ഥാനം ഉപയോഗിച്ച് ഈ ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നതിന് പകരം ദൈവം കൊടുത്ത സ്ഥാനം ഉപയോഗിച്ച് ഇവർ തങ്ങളെ തന്നെ മനുഷ്യൻ്റെ മുമ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിടുത്തം കിട്ടിയോ? ഇത് അരുത്. ദൈവികമായ സ്ഥാനങ്ങൾ നിങ്ങൾ അടിച്ചെടുക്കരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് എത്തിക്കണം. അല്ലാതെ ദൈവികമായ സ്ഥാനങ്ങൾ നിങ്ങൾ അടിച്ചെടുക്കാൻ പോകരുത്. നിങ്ങൾ വെറും മുഖാന്തരങ്ങളാണ് എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ ദൈവം നമുക്ക് തരുന്നത്. So dear brothers, the context of this verse is, if you read from the first verse of this chapter, Jesus is speaking about the Pharisees and the scribes, so who are the religious leaders of the Jews. So in our context it will be the various servants of God who are above us. So Jesus is describing them as he's telling them that using the position that God has given them, they are instead of praising God, instead of raising God, what they are doing, they are making their phylacteries broad and enlarging the borders of the garment. So basically they are trying to draw praise towards themselves instead of towards God, and trying to establish themselves. And this message, what Jesus is saying is that you should use the position that God has given you to draw praise to God, and not try to use that for your own selfishness. ശ്രദ്ധിച്ചാട്ടെ, ദൈവം തന്ന സ്ഥാനം ഉപയോഗിച്ച് നമ്മൾ ദൈവികമായ സ്ഥാനങ്ങളെ, ദൈവം മറ്റുള്ള വ്യക്തിത്വങ്ങൾക്ക് കൊടുത്ത സ്ഥാനങ്ങളെ ദൈവത്തിനുള്ള സ്ഥാനത്തെ ഇതൊന്നും നമ്മൾ അപഹരിക്കാൻ പാടില്ല. നമുക്ക് ഏതാണോ വെച്ചേക്കണേ ആ സ്ഥാനം ഒരു അവയവത്തിൻ്റെ ആണെങ്കിൽ അതിൽ നിന്നുകൊണ്ട് നാം പ്രവർത്തിക്കുക. വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകണം നമ്മുടെ ശുശ്രൂഷയിൽ അത് നമ്മളിൽ നിന്നല്ല ആരംഭിക്കുന്നത്, പകരം ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മളിലൂടെ അത് വരുന്നു എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. അത് നമ്മുടെ ശുശ്രൂഷയിൽ അത് എന്നിൽ നിന്ന് തുടങ്ങുന്നു എന്ന് ആർക്കും വരരുത്. ബെസ്റ്റ് എക്സാമ്പിളാണ് ക്രൈസ്റ്റ്. യോഹന്നാൻ 5:19 പറയുന്നു, ആമേൻ ആമേൻ. ഇന്ന് ജനമെല്ലാം പറയുന്നു ക്രിസ്തുവിനെല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. പക്ഷെ ബൈബിളിലെ ക്രിസ്തു പറയുന്നു ആമേൻ ആമേൻ. ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നെ അയച്ച പിതാവാണെല്ലാം ചെയ്യുന്നത്, അത് തന്നെ ഞാൻ ഭൂമിയിൽ ചെയ്യുന്നു. എൻ്റെ പിതാവ് എന്തു പറയുന്നു അത് ഞാൻ ഭൂമിയിൽ പറയുന്നു. ഞാനല്ല സോഴ്സ്, എൻ്റെ പിതാവാണ് സോഴ്സ്. So dear brothers, we should not use the positions that God has given us to exaggerate and usurp positions that he has not given us. If God has made us a particular organ, we should limit ourselves to being that organ and claim to only be that organ, and not try to use the position we have to take authority over other organs. And you can see a best example. We can see that we all teach us as the outputs of what God has given us. We are all claiming to be organs. We don't say any teaching as coming from us. Instead, all the teachings that come from us comes through from God, and we are merely exists and organs to what God is teaching us. And a best example of this is how all servants of God should be. The best example of this is our Lord Jesus Christ himself. You can say that we know that Jesus Christ says that I do not do anything of my own. Everything I do is from my Father. I do not teach anything of my amen, amen. I tell you, I do not do anything of my own. Everything that I see my Father doing, I do it here, and I teach everything that my Father gives me. ഇവിടെ ശ്രദ്ധിക്കുക, എൻ്റെ കോവർക്കേഴ്സായിട്ട് ശ്രദ്ധിക്കുന്ന, ഇപ്പോഴും തുറന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവരോടും പറയട്ടെ, ദൈവം നമ്മളെ പല സ്ഥാനങ്ങളിലും കൊണ്ടുവരും. മോശയുടെ പീഠത്തിലിരുത്തും, പല സ്ഥാനങ്ങളിലും കൊണ്ടുവരും. അതാണ് കർത്താവായ യേശു ചെയ്യുന്നത്. 5 അംഗ ശുശ്രൂഷ സംഘത്തെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അസോസിയേറ്റ് സംഘത്തെയൊക്കെ തിരഞ്ഞെടുക്കും. അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു യൂദാസിനെ പോലെ ആകാം. യേശുക്രിസ്തു നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയിലൂടെ ആ ശുശ്രൂഷയിലേക്കല്ല പണം ഗ്യാദർ ചെയ്യുന്നതിന് നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം. അല്ല എങ്കിൽ ഇതാ തന്നെ ഏൽപ്പിച്ച ദൈവം തനിക്ക്
ഇതാ ഒരു സ്ഥാനം കൊടുത്തു. അബ്ശാലോം എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. അബ്ശാലോമിന് രാജകുമാരനായി ദാവീദ് എന്ന രാജാവിനെ സപ്പോർട്ട് ചെയ്യുവാൻ തക്കവണ്ണം ദാവീദിൻ്റെ കൂടെ നിൽക്കാമായിരുന്നു. പക്ഷെ അബ്ശാലോം ചെയ്യാനെന്നറിയാമോ? ദാവീദ് പോലും അറിയാതെ ആ സിംഹാസനം അടിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ പദ്ധതികളും സ്വരുക്കൂട്ടി. പ്രിയ കുഞ്ഞെ, എന്ത് സംഭവിച്ചു യൂദാസിന് എന്ന് നിനക്കറിയാം. യൂദാസ് കെട്ടിഞ്ഞാണ് ചത്തു. എന്ത് സംഭവിച്ചു എന്ന് അബ്ശാലോമിന് എന്ത് സംഭവിച്ചു എന്നറിയാം. അബ്ശാലോം ഇതേപോലെ തന്നെ യാത്ര പോകുമ്പോൾ മരത്തിൽ കുടുങ്ങി തൂങ്ങിക്കിടന്ന് മരിച്ചു, തല്ലിക്കൊന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ഭൗതികത്തിലെ എക്സാമ്പിളുകളാണെങ്കിലും ഇന്ന് ഈ ക്രിസ്തീയ മാർഗം ഉപയോഗിച്ച് തങ്ങൾക്കൊരു സിംഹാസനം ഉണ്ടാക്കുന്ന എല്ലാ വ്യക്തികളോടും പറയട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവരുടെ ദൈവം വയറ്, അവരുടെ അവസാനം നാശം. ഇതുണ്ടാകാതിരിപ്പാൻ വളരെ ശ്രദ്ധിക്കുക. പരീശന്മാരെ പോലെ നരകയോഗ്യരാകാതിരിക്കുക. Dear brothers, let me warn all the servants of God who are listening to this. We should be faithful in whatever position that God has given us, and instead we should not try to usurp more than what God has given us and try to establish a throne for us like Judas did. And in the same way, we have another example in Absalom. He was a prince. He was born as son of King David, and he could have stayed by David and helped him in ruling the kingdom. Instead, he started a conspiracy to usurp David's throne. And we know what happened to Judah. Judah died by hanged himself and died. And we know what happens to Absalom. He was killed. So dear brothers, we should not try to establish a throne for ourselves. Instead, we should be faithful in whatever position that God has given us. സ്വർഗസ്ഥനായ പിതാവിൻ്റെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും തേജസ്സും സമാധാനവും നിങ്ങളിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ. ദൈവഹൃദയം നിങ്ങളിൽ സന്തോഷിക്കട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone who is present here in this hall and to everyone who are listening to this via online medium. May God's happiness, peace and love overflow in your life. May you be happy in your life. കർത്താവിൻ്റെ വലിയ ദയയാൽ 2025 ഏപ്രിൽ മാസത്തെ ധ്യാനം വളരെ ബ്ലെസ്ഡായിട്ട് സ്വർഗത്തിൽ ദൈവം നടത്തുവാനായിട്ടിടയായി. ഞങ്ങളെ അതിൽ ക്രിസ്തുവിൽ തൻ്റെ അവയവങ്ങളായിട്ട് ഉപയോഗിക്കുവാനായിട്ടിടയായി. ദൈവമെല്ലാം മനോഹരമായി ചെയ്തതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്നാൽ ഈ അവസാന ദിവസത്തെ സാറ്റർഡേയിൽ ജനത്തിനുണ്ടാകുന്ന സംശയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് ദൈവം അതിന് തരുന്ന മറുപടിയാണ് ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. By God's grace, this retreat, April 2025 retreat, we were able to conduct it well by God's grace, and God was able to use us as His organs to conduct this retreat well. In this regard, today that is Saturday, the last day of the retreat, we are using this day to address the doubts. That is, God is using this day to address the various doubts from the various believers. അതിൽ വന്നിരിക്കുന്ന ഒരു സംശയം, നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, ഒരുവനത്രയേ നിങ്ങളുടെ ഗുരു, ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഒരുവനത്രയേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. വിവരണം തരാമോ? മത്തായി 23-ാം അധ്യായം 8-9 വാക്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ചോദ്യം കടന്നു വന്നിരിക്കുന്നത്. In this regard, one doubt that has come forward is that there is only you should call only one Rabbi in this world, and you should only one person as Rabbi in this world, and you should address only one person as Father in this world. This is with regards to Matthew 23 verse 8 and 9. Please explain. This is one question that we have received. പ്രിയ സഹോദരങ്ങളെ, എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ടാകണം. ആ മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ നടത്തിയെടുക്കുവാൻ വേണ്ടി, അല്ലാണ്ട് എന്തെങ്കിലും ഒരു കാര്യം മിയർലി അക്ഷരം അണ്ടർസ്റ്റാൻഡിങ് അല്ല, പകരം ഒരു സന്ദേശമാണ്
ഓരോ വചനത്തിൻ്റെയും പുറകിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. അതിലേക്കാണ് നാം മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റും കൂടി നാം മനസ്സിലാക്കണം. അതായത് എപ്പോഴാണ് യേശുക്രിസ്തു ഇത് പറഞ്ഞത്. അല്ല ആ അക്ഷരം മാത്രം പിറക്കെടുത്തു കഴിഞ്ഞാൽ നാളെ മുതൽ എൻ്റെ വീട്ടിലെ എൻ്റെ പപ്പായെ ഞാൻ പപ്പ എന്ന് വിളിക്കുക ഇല്ല, എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെ ആരെയും ഞാനിനി ടീച്ചറെന്ന് വിളിക്കുകയില്ല. അങ്ങനത്തെ ഒരു വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോകരുത്. യേശു എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുക. Dear brothers, whenever we read a verse, we have to try and understand the intent behind that verse, and not just read the various words in that verse. So in this case, we need to look at the context of this verse and understand what Jesus actually intended from this verse. Because if we just go by the plain reading of just this verse, take it out of his context, then from now on, I won't be able to call my father as father, and I won't be able to call my teachers as teachers. ഇവിടെ യേശുക്രിസ്തു നമ്മളതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തു പറയുന്നത് പരീശന്മാരും ശാസ്ത്രിമാരും, അതായത് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദൈവവേലക്കാർ, ദൈവം ശ്രേഷ്ഠമായ വേലയേൽപ്പിച്ചിട്ടുള്ള ദൈവദാസന്മാർ, അവർ മോശയുടെ പീഠത്തിലിരിക്കുന്നു. ദൈവം ഏൽപ്പിച്ചതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടർ ദൈവം കൊടുത്ത ആ സ്ഥാനം കൊണ്ട് അവർ മനുഷ്യരുടെ മുമ്പിൽ തങ്ങളെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ നോക്കുകയാണ്. മനുഷ്യരുടെ മുമ്പിൽ അവരുടെ മന്ത്രപ്പട്ട വലുതാക്കുന്നു. മനുഷ്യർ അവർക്ക് പല സ്ഥാനങ്ങളും മനുഷ്യർ അവർക്ക് കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവം കൊടുത്ത സ്ഥാനം ഉപയോഗിച്ച് ഈ ജനത്തെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നതിന് പകരം ദൈവം കൊടുത്ത സ്ഥാനം ഉപയോഗിച്ച് ഇവർ തങ്ങളെ തന്നെ മനുഷ്യൻ്റെ മുമ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിടുത്തം കിട്ടിയോ? ഇത് അരുത്. ദൈവികമായ സ്ഥാനങ്ങൾ നിങ്ങൾ അടിച്ചെടുക്കരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് എത്തിക്കണം. അല്ലാതെ ദൈവികമായ സ്ഥാനങ്ങൾ നിങ്ങൾ അടിച്ചെടുക്കാൻ പോകരുത്. നിങ്ങൾ വെറും മുഖാന്തരങ്ങളാണ് എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ ദൈവം നമുക്ക് തരുന്നത്. So dear brothers, the context of this verse is, if you read from the first verse of this chapter, Jesus is speaking about the Pharisees and the scribes. So who are the religious leaders of the Jews? So in our context, it will be the various servants of God who are above us. So Jesus is describing them as he's telling them that using the position that God has given them, they are instead of praising God, instead of raising God, what they are doing, they are making their phylacteries broad and enlarging the borders of their garment. So basically they are trying to draw praise towards themselves instead of towards God, and trying to establish themselves. And this message, what Jesus is saying is that you should use the position that God has given you to draw praise to God, and not try to use that for your own selfishness. അതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നൊരു വേടും ചേർത്ത് വായിക്കാം. അവർ ചെയ്യേണ്ടത് ഇന്നതായിരുന്നു. അവിടെ യേശുക്രിസ്തു പറയുകയാണ്, കപട ഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ. അപ്പോൾ ഇവരാരാണ്? സ്ഥാനം മിസ്യൂസ് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് കഷ്ടം. ദേവദാസന്മാർ ഇതൊന്നും ഒരു ചർച്ചിലും വായിക്കത്തില്ല കേട്ടോ. ഇതൊന്നും ഒരു ചർച്ചിലും വായിക്കില്ല. യേശു വ്യക്തതയോടെ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. ഇവരെ എന്തിനാ വെച്ചേക്കണേ? സ്വർഗരാജ്യം മനുഷ്യർക്ക് തുറക്കാൻ വേണ്ടി, ഇവരെ സഹായിക്കാൻ വേണ്ടിയാണ്. സ്വർഗരാജ്യം നിങ്ങൾ അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല. ജഡ്ജിയുടെ അഭിപ്രായമാണ്, യേശുവിൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുകയും ഇല്ല. പിന്നെ താഴെ പറയാണ്, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ ഒരുത്തനെ മതി ചേർക്കാൻ കരയും കടലും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക യോഗ്യരാക്കുന്നു. പക്ഷെ നിങ്ങൾ എവിടെ ഇരിക്കണേ? മോശയുടെ പീഠത്തിലാണ് ഇരിക്കണേ. അതായത് ദൈവം വെച്ച ആ ഓതറൈസ്ഡ് പൊസിഷനിലാണ് നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് ചെല്ലാതെ ജനത്തിന് സ്വർഗരാജ്യം അടച്ചു കളയുകയാണ്
ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം വേറൊന്നാണ്. നിങ്ങളുടെ ലക്ഷ്യം മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ വലുതാക്കി നിങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. Dear brothers, in this context, let's read a few verses below this verse as well. Here Jesus says, "But woe to you, scribes and Pharisees, hypocrites." So here we can see that Jesus is addressing the scribes and Pharisees, who in our context would be the various servants of God. That's why people won't read this verse in today's churches. So Jesus says that about the Pharisees and scribes. He calls them hypocrites and say, "For you, woe to you, scribes and Pharisees, hypocrites! For you shut up the kingdom of heaven against men. For you neither go in yourselves, nor do you allow those who are entering to go in." So you can say this is the judge, the final judge, who is passing the judgment and who is saying to these servants of God, "You are not going in, and neither do you allow others to go in." And in this context, again, in one more verse below, Jesus says that, "Woe to you, scribes and Pharisees, hypocrites! For you travel land and sea to one proselyte, and when he is one, you make him twice as much a son of hell as yourselves." So again, you can see that we can see from the above verse that these people, Jesus says, they sit on the throne of Moses. So they are in a position that God has established them, but their intent is different. They are trying to exaggerate themselves and establish an empire for themselves in this world, but we should not be like that. ഇനി യഥാർത്ഥത്തിൽ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? അവർ ചെയ്യേണ്ടത് മനുഷ്യരുടെ സ്വർഗ്ഗരാജ്യം തുറന്നു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ ഈ സ്ഥാനം വെച്ചുകൊണ്ട് ചെയ്യുന്നത് അവർക്കൊരു സിംഹാസനം, അവർക്കൊരു സ്ഥാനം ഉണ്ടാക്കിയ. അതാണ് എഴുതിയിരിക്കുന്നത് 23:1 മുതൽ. യേശു പറയുന്നത്, അനന്തരം യേശു, ഇത് മൊത്തം വായിക്കണമെന്നില്ല, ജസ്റ്റ് മേക്ക് ഇറ്റ് ഷോർട്ട്. അനന്തരം യേശു പുരുഷാരത്തോട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിങ്കൽ ഇരിക്കുന്നു. ദൈവമാണ് വച്ചേക്കണേ, മോശയുടെ പീഠത്തിങ്കൽ ഇരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചുവിന് അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്തത് താനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അവർ ഹനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവർ തങ്ങളുടെ പ്രവൃത്തികളല്ല, ശ്രദ്ധിച്ച് കേൾക്കുക, അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിനെ പ്രസാദിപ്പിക്കാനല്ല, ഈ മനുഷ്യരെ ഒന്ന് പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യണേ. അതായത് നമ്മൾ നേരത്തെ കണ്ട ഈ ഫണലിൻ്റെ മുൻപിലുള്ള മനുഷ്യർ പുറത്തുള്ളവരെ പ്രസാദിപ്പിക്കാനാണ് ചെയ്യുന്നത്, അകത്തുള്ള ദൈവത്തെ അല്ല, ഇത് ഏൽപ്പിച്ച ദൈവത്തെ അല്ല. അപ്പോൾ ഇതൊക്കെ ആർക്കറിയാം? യേശുവിന് വ്യക്തതയോടെ ഈ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ താഴേക്ക് പറയുകയാണ്, അവർ തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. തങ്ങൾക്കൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുകയാണ്. അവരെ തങ്ങളെ തന്നെ വലുതാക്കി എടുക്കുകയാണ്. ആര് തന്ന ശുശ്രൂഷ കൊണ്ട്? ദൈവം തന്ന ശുശ്രൂഷ കൊണ്ട് തങ്ങളെ തന്നെ ഒന്ന് വലുതാക്കി തങ്ങൾക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. അത്താഴത്തിലെ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നത് അവർക്ക് പ്രിയമാകുന്നു. ഇത് പറഞ്ഞിട്ടാണ് ഈ റബ്ബിയുടെ കാര്യം പറയാൻ പോണേ, മനസ്സിലായോ? മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നത് അവർക്ക് പ്രിയമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങളോ റബ്ബി എന്ന് പേർ എടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു, നിങ്ങളെല്ലാവരും സഹോദരന്മാർ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പിരിച്വൽ സ്ഥാനം, നമുക്ക് ഹെവൻലി സ്പിരിച്വൽ സ്ഥാനമുണ്ട്. ആ സ്ഥാനം നമ്മൾ കയറി എടുക്കരുത്. പകരം നിങ്ങളിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം നമുക്ക് മനസ്സിലാവും. ദൈവത്തിൻ്റെ ക്രിസ്തുവിലെ അവയവങ്ങളായ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധയോടെ നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് പോലെ എന്തെങ്കിലും സ്വയമായി പറയാൻ ഞങ്ങളല്ല. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പിതാവെന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് യേശു ചൂണ്ടിക്കാണിച്ചത് ക്രിസ്തുവിനെയാണ്. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന് നിങ്ങൾ ചെവി കൊടുക്കണം. ഇവനാണ് ടീച്ചർ. മനസ്സിലായോ? സ്വർഗസ്ഥ പിതാവ് കാണിച്ചു തന്ന ടീച്ചർ ആരാണ്? ക്രിസ്തുവാണ്. അവന് ചെവി കൊടുക്കുകയും. അപ്പം ഞങ്ങളിത് പറയുന്നുവെങ്കിൽ ഞങ്ങളല്ല സംസാരിക്കുന്നത്, ക്രിസ്തുവാണ് ഞങ്ങളിലൂടെ
സംസാരിക്കുന്നത്. ആ പേര് ഞങ്ങൾ എടുക്കാൻ പാടില്ല. അത് ക്രിസ്തുവിന് മാത്രമാണ് ഉള്ളത്. നിങ്ങളാരാണ്? ആ ഗുരുവിൻ്റെ അവയവങ്ങളായ ഭൂമിയിലെ എക്സിറ്റുകളാണ്. അങ്ങനെ നിങ്ങൾ ഭൂമിയിലെ ടീച്ചേഴ്സാണ്. പക്ഷേ ദ റിയൽ വൺ, ദ ഹെഡ് അല്ല. ആ സ്ഥാനം എടുക്കാനായിട്ട് പോകരുത് എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് ഇവിടെ നമ്മളെ അറിയിക്കുന്നത്. So, if you look at this chapter from the beginning to this verse, you can see the context. So, the context is that there are Pharisees and scribes who are established by God, because here Jesus himself calls them as sitting on the throne of Moses. They are trying, instead of bringing people to God, they are trying to establish a throne for themselves in this world. And here Jesus tells them that you should obey them, but you should not emulate them, you should not imitate them, because they themselves are not obeying the teachings that they are teaching. They are placing huge burdens on you, but they themselves do not carry those burdens. And so you can see that we saw the funnel where the large part of the funnel represents the kingdom of God, and we are the outputs for the kingdom of God. For these people, instead of being the outputs for the kingdom of God, they are looking at the world, and their output is based on what will please the world. And it is in this regard they make their phylacteries large. You can see they are trying to broaden their base among the public. And if you look at it, it is in this context that we have this verse which says, they love the best places at the feast, the best seats in the synagogues, greetings in the marketplaces, and to be called by men Rabbi, Rabbi. And it is in the next verse that the doubt verse comes in. But you do not be called Rabbi, for one is your teacher, the Christ, and you are all brethren. Do not call anyone on earth your father, for one is your father, he who is in heaven. So, dear brothers, you can see that if you look at all our previous sermons and all, you can see that we have only one Father who is our Heavenly Father in heaven, and we don't claim to be your father or Rabbi. Instead, we are organs in Christ, and whatever we are supposed to be outlets to whatever God gives to you, for the kingdom of God in this world, whatever God gives you, and we are outlets to what God is serving to his children. And we do not take the position of the Father, and we do not take the position of the Rabbi either, because that position belongs to our Lord Jesus Christ, and we are merely organs of our Lord Jesus Christ in this world, acting as outputs to whatever he wants to exit in this world. ശ്രദ്ധിച്ചാട്ടെ, ദൈവം തന്ന സ്ഥാനം ഉപയോഗിച്ച് നമ്മൾ ദൈവികമായ സ്ഥാനങ്ങളെ, ദൈവം മറ്റുള്ള വ്യക്തിത്വങ്ങൾക്ക് കൊടുത്ത സ്ഥാനങ്ങളെ ദൈവത്തിനുള്ള സ്ഥാനത്തെ ഇതൊന്നും നമ്മൾ അപഹരിക്കാൻ പാടില്ല. നമുക്ക് ഏതാണോ വെച്ചേക്കണേ ആ സ്ഥാനം ഒരു അവയവത്തിൻ്റെ ആണെങ്കിൽ അതിൽ നിന്നുകൊണ്ട് നാം പ്രവർത്തിക്കുക. വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകണം നമ്മുടെ ശുശ്രൂഷയിൽ അത് നമ്മളിൽ നിന്നല്ല ആരംഭിക്കുന്നത്, പകരം ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മളിലൂടെ അത് വരുന്നു എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. അത് നമ്മുടെ ശുശ്രൂഷയിൽ അത് എന്നിൽ നിന്ന് തുടങ്ങുന്നു എന്ന് ആർക്കും വരരുത്. ബെസ്റ്റ് എക്സാമ്പിളാണ് ക്രൈസ്റ്റ്. യോഹന്നാൻ 5:19 പറയുന്നു, ആമേൻ ആമേൻ. ഇന്ന് ജനമെല്ലാം പറയുന്നു ക്രിസ്തുവിനെല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. പക്ഷേ ബൈബിളിലെ ക്രിസ്തു പറയുന്നു ആമേൻ ആമേൻ. ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നെ അയച്ച പിതാവാണെല്ലാം ചെയ്യുന്നത്. അത് തന്നെ ഞാൻ ഭൂമിയിൽ ചെയ്യുന്നു. എൻ്റെ പിതാവ് എന്തു പറയുന്നു അത് ഞാൻ ഭൂമിയിൽ പറയുന്നു. ഞാനല്ല സോഴ്സ്, എൻ്റെ പിതാവാണ് സോഴ്സ്. So, dear brothers, we should not use the positions that God has given us to exaggerate and usurp positions that he has not given us. If God has made us a particular organ, we should limit ourselves to being that organ and claim to only be that organ, and not try to use the position we have to take authority over other organs. And you can see a best example. We can see that we all teach us as the outputs of what God has given us. We are all claiming to be organs. We don't say any teaching as coming from us. Instead, all the teachings that come from us comes through from God, and we are merely exist and organs to what God is teaching us. And a best example of this is how all servants of God should be. The best example of this is our Lord Jesus Christ himself. You can say that we know that Jesus Christ says that
I do not do anything of my own. Everything I do is from my Father. I do not teach anything of my, amen, amen, I tell you, I do not do anything of my own. Everything that I see my Father doing, I do it here, and I teach everything that my Father gives me. ഈ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം. ജോൺ 5:19 വായിച്ച് ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. മനസ്സിലായോ? അല്ലാണ്ട് ഇന്ന് പല ക്രിസ്ത്യാനികളും കാണിക്കുന്നത് പോലെ പിതാവിനെ ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് പുത്രനെ കൊണ്ടുവരാൻ പറ്റുന്നൊരു വാക്യമാണ് ഇത്. പകരം പുത്രൻ പറയുകയാണ്, യഥാർത്ഥത്തിൽ പിതാവിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഞാൻ. പിതാവ് എന്താണോ പറയുന്നത് അത് തന്നെ ഞാൻ പറയുന്നു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് അറിവില്ലാത്തത് കൊണ്ട് പിശാച് എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യേശുവിനെ വെച്ച് പിതാവിനെ അങ്ങ് മാറ്റിക്കളഞ്ഞു. അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് എന്ന് വ്യക്തതയോടെ മനസ്സിലാക്കുക. ആ അപ്പൻ്റെ സ്ഥാനം ഒരിക്കലും മോൻ മോഷ്ടിക്കുന്നില്ല. പക്ഷേ ഈ റബ്ബികൾ, ഈ പിതാക്കന്മാരെന്ന് പറയുന്ന വ്യക്തിത്വങ്ങൾ ഈ സ്ഥാനം തങ്ങളങ്ങ് എടുക്കുകയാണ്, മോഷ്ടിച്ചെടുക്കുകയാണ്. അത് കർത്താവ് പറയണം, അതൊരിക്കലും ചെയ്യരുത്. ഇനി എക്സാമ്പിൾ, പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഈ പറയുന്ന നിങ്ങൾ വിചാരിച്ചോ ഞങ്ങളിൽ നിന്ന് വരുന്നതാണെന്ന്? ഇത് ഞങ്ങളിൽ നിന്ന് വരുന്നത് അല്ല. ഇനി നിങ്ങൾ ഞങ്ങളെ ഫോക്കസ് ചെയ്ത് പൗലോസിൻ്റെ ആളെന്ന് പറഞ്ഞ് നടക്കാൻ. ഇത് ഞങ്ങളിൽ നിന്ന് വരുന്നതല്ല, ഇതൊക്കെ ഞങ്ങൾക്ക് ദാനം നൽകിയതാ. ഹല്ലേലൂയ! ഇത് ദൈവത്തിൽ നിന്നാണ് ഇത് വരുന്നത്. Dear brothers, let me read the verse for the scriptural basis for what we just discussed. Then this is John chapter 5 verse 19. Then Jesus answered and said to them, most assuredly I say to you, the Son can do nothing of himself but what he sees the Father do, for whatever he does, the Son also does in like manner. For the Father loves the Son and shows him all things that he does himself. So you can see that here this is a verse that many people cannot know. You can see that no one can claim that Jesus is trying to usurp the position of the Father from this verse. You cannot say that Jesus is the Almighty Father from this verse, because Jesus clearly says that he cannot do anything by himself, but what the Father does, he does. Jesus also does. And so you can see that there are many people who are ignorant of these verses. Satan is able to deceive such people and say that Jesus himself is the heavenly Father. And also you can see that there are other servants of God who claims to be rabbis and fathers, who are exaggerating their position more than what God has given them, and instead they should be like Jesus. ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്കറിയാം, നമ്മളിൽ ഉള്ള ഒരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ എന്തെങ്കിലും എടുത്തിട്ട് എവിടെയെങ്കിലും കണ്ടെടുത്തിട്ട് നമ്മുടേതായിട്ടങ്ങ് അവതരിപ്പിക്കുക, അല്ലേ? അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ആരടിച്ചെടുക്കാൻ നോക്കും? നമ്മളടിച്ചെടുക്കാൻ നോക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കാൻ നോക്കും. എന്നാൽ ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ അങ്ങനെയില്ല. എല്ലാം ആരംഭിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവിൽ നിന്നാണ്. ആ മഹത്വം അങ്ങോട്ടേക്ക് പോകണം. ഇതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:7 വിശുദ്ധ പൗലോസ് പറയുന്നത്, ഇതൊന്നും ഞങ്ങളുടെ സ്വന്തം അല്ല. മനസ്സിലായോ? നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളെ കാണുന്നുള്ളൂ, കാരണം നിങ്ങൾ ജഡീകരാ. അപ്പോൾ ഞങ്ങൾ ശക്തരാന്നാണ് നിങ്ങൾ പറയണേ, അല്ലേ? ഞങ്ങളുടെ ശക്തിയാണെന്ന് പറയണേ. ഇതൊന്നും ഞങ്ങളുടേത്. ശക്തിയുണ്ട്, സത്യമാണ്, പക്ഷെ അതൊന്നും ഞങ്ങളുടേത് അല്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ഞങ്ങളിലൂടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ ഭൂമിയിൽ ആരെയും ടീച്ചറെന്ന് പറയരുതെന്ന് പറയാൻ വേണ്ടിയല്ല. കാരണം അവൻ ചിലരെ അപ്പസ്തോലന്മാരായും, ഹല്ലേലൂയ, ക്രിസ്തു ചിലരെ അപ്പസ്തോലന്മാരായും, പ്രവാചകന്മാരായും, സുവിശേഷകന്മാരായും, ഉപദേശകന്മാരായും, ടീച്ചേഴ്സായും തിരഞ്ഞെടുത്തു. പിന്നെ ടീച്ചർ എന്നല്ലാണ്ട് എന്നാ വിളിക്കണേ? പിടുത്തം കിട്ടിയോ? എന്നാൽ ഈ ടീച്ചർമാരുടെയൊക്കെ മുകളിൽ പിതാവായ ദൈവം കാണിച്ചൊരു ടീച്ചറുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേൻ. ആ ടീച്ചറിൻ്റെ സ്ഥാനം അടിച്ച് നമ്മൾ മാറ്റരുത്. എങ്ങനെ? ക്രിസ്തു പിതാവിൻ്റെ സ്ഥാനം അടിച്ചു മാറ്റാതിരുന്നത് പോലെ.
പക്ഷേ ഇന്നത്തെ ക്രിസ്ത്യാനിത ആ സ്ഥാനം അടിച്ച് മാറ്റിയതുപോലെ അങ്ങനെ ആകരുത്. Dear brothers, just want to remind that there is a tendency among us that we have a tendency to take what is given to us by others and claim that it is from us. So, but we should not do that. You can see that those who preach the gospel of the kingdom of God always give credit to the Father and the Son and acts as exists for them. We can see that in 2 Corinthians chapter 4 verse 7, Paul says that you may think that these are all from us, but these are all from God. And Paul is giving the credit for whatever is coming out of him, all the power. He is giving the credit for Heavenly Father and our Lord Jesus. So in this regard, it is in this regard that the previous verse, that is Matthew 22 verse 9 and 10 should be read. So this is not. So we can see that Jesus himself said that Paul says that Jesus has appointed apostles, teachers, prophets over the people. So Jesus himself has appointed teachers. We should be able to, and to those people we should be willing to call them teachers. But above all these teachers, there is a teacher that the Heavenly Father himself has appointed, the Heavenly Father himself, and that teacher is our Lord Jesus Christ. And we should not allow others to, or other teachers to usurp the position of our Lord Jesus Christ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ശ്രദ്ധയോടെ മനസ്സിലാക്കാം, ഇന്നത്തെ സഭാ സമൂഹത്തിൽ ഇതാ നിങ്ങളുടെ ബൈബിളിൽ ക്രിസ്തു ഇങ്ങനെയല്ലേ പറഞ്ഞേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഹോദരന്മാർ എന്നാ പറയുന്നറിയാമോ? ഞങ്ങളുടെ പാസ്റ്റർ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്ററാണ് ആരെക്കാളും വലിയത്? ക്രിസ്തുവിനേക്കാളും വലിയത്. അവരുടെ ഹൃദയത്തിൽ ആര് പോയി? അവരുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനേക്കാൾ സ്ഥാനം പാസ്റ്റർക്കാ. പിടുത്തം കിട്ടിയോ? കാരണം ആ ഒരു രീതിയിലാണ് പാസ്റ്റർ തങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്തേക്കണേ. എപ്പോഴും ദൈവദാസന്മാർ ശ്രദ്ധിക്കുക, വിശ്വാസികളോട് പറയുക, ഇതാ ഞാൻ പറയുന്നതിൽ വിശുദ്ധ ബൈബിൾ പ്രകാരം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണം, നിങ്ങളെന്നെ സഹായിക്കുകയാണ്. അല്ലാതെ ദൈവമക്കൾ വചനത്തിലെ സത്യം പറഞ്ഞു വരുമ്പോൾ അത് അങ്ങനെയല്ല, അത് ദുരുപദേശമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയല്ല വേണ്ടത്. ഞാനോ നിങ്ങളോ അല്ല സത്യം, ദൈവവചനമാണ് സത്യം, ക്രിസ്തുവാണ് സത്യം. So, dear brothers, you can see that this is a tendency we see in current church as well, when we go and point to them some verses in the Bible and say, isn't this how the word of God teaches? And the reply from the person is that that's not how our pastor teaches. So you can see that they are placing the teachings of their pastor above that of the word of God. So, but we should not be like that. We should always be humble and say that if there is any mistake, please feel free to point it out to us. So you can see it's not you and me who is the truth, but it is our Lord Jesus Christ. That is the word of God who is the truth. ബിബ്ലിക്കൽ 2 Corinthians chapter 4:7 ഒന്ന് വായിച്ചു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഇതാണ് ഒരു ദൈവദാസന്റെ ദൈവമക്കളുടെ മനോഭാവം വേണ്ടത്. എനിക്ക് ഈ തന്നതൊന്നും എൻ്റേത് അല്ല, ദൈവത്തിൻ്റേത് ആണ്. ഞാൻ ദൈവത്തിൻ്റെ എക്സിറ്റാണ് ഭൂമിയിൽ. ഞാൻ ക്രിസ്തുവിൻ്റെ അവയവമാണ്, ദൈവത്തിൻ്റെ എക്സിറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ നീ എന്നിലേക്കല്ല വരേണ്ടേ, നീ ദൈവത്തിങ്കിലേക്കാണ് തിരിയേണ്ടത്. ജനത്തെ പറഞ്ഞു കൊടുക്കണോ, ഇതാ ദൈവത്തിങ്കിലേക്ക് തിരിവീൻ. ഹല്ലേലൂയ. ഇത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. അല്ലാണ്ട് ആ സ്ഥാനങ്ങളൊന്നും അടിച്ച് നമ്മളെടുക്കരുത്. ക്രിസ്തുവിൻ്റെ സ്ഥാനം അടിച്ച് പാസ്റ്റർ എടുത്തത് കൊണ്ടാണ് ഞങ്ങളുടെ പാസ്റ്റർ അങ്ങനെയല്ല പറഞ്ഞത്. ക്രിസ്തു പറഞ്ഞതെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ബൈപ്പാസ് ചെയ്ത് അതിൻ്റെക്കാൾ മുകളിലെ സ്ഥാനം പാസ്റ്റർക്കും അച്ഛനും കൊടുക്കുന്നത്. അങ്ങനെയല്ല, ക്രിസ്തു നമ്മുടെ തലയാണ്, നമ്മൾ ബോഡിയാണ്. ബൈബിളിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അത് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. So let's read the verse that where Paul says, this is 2 Corinthians chapter 4 verse 7. But we have this treasure in earthen vessels, that the excellence of the power may be of God and not of us. So here you can see this should be the attitude of every servant of God. We should endeavor to draw and attract people not to us, but to draw and attract people to God and Jesus. And you must say that if it is not like this, it is in such circumstances. We have cases where people say this is, when we ask them, isn't this how Jesus said? And they will reply that this is not how our pastor said. So that means that they are being drawn to their pastor. So we should not be like that. ശ്രദ്ധിച്ചേ, മറ്റൊരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് കാണാം. പോൾ എന്ന് പറയുന്ന ഒരു അപ്പോസ്തലനാണ്, അപ്പോൾ തന്നെ ഒരു ബൈബിൾ ടീച്ചറാണ്. ആ പോൾ പറയാണ്,
യഥാർത്ഥത്തിൽ ഞാനിതൊക്കെ പഠിച്ചത് ഇന്ന് എൻ്റേതല്ല. ഞാനിതൊക്കെ പഠിച്ചത് എൻ്റെ റബ്ബിയായ എൻ്റെ ടീച്ചറായ ക്രിസ്തുവാണ് എന്നെ പഠിപ്പിച്ചത്. ഇതാണ് നമുക്ക് ഗലാത്യ ലേഖനം 1:11-12 പറയാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാനിത് മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ ഞാനിത് പ്രാപിച്ചത്. അപ്പോൾ എൻ്റെ ടീച്ചർ ആരാ? ക്രിസ്തുവാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആ സ്ഥാനം നമ്മൾ അപഹരിക്കരുതെന്ന്, നമ്മുടെ സ്വന്തമാണ് ഈ പരിപാടി എന്ന് പറഞ്ഞ് എടുത്ത് വിടരുത്. ഇതെല്ലാം എനിക്ക് തന്നത് സ്വർഗീയ പിതാവ് എനിക്ക് ചൂണ്ടിക്കാണിച്ചൊരു ടീച്ചറുണ്ട്, അതാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൽ നിന്നാണ് ഞാനിത് പ്രാപിച്ചത്. അല്ല, അതിൻ്റെ 11-12 വായിച്ചോളൂ. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. യഹൂദ മതത്തിന്റെ എൻ്റെ മുമ്പത്തെ മതി യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ. അപ്പൊ എന്നെ ഇത് പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നിങ്ങൾ അപ്പൊ കാണിച്ചു കൊടുക്കുന്നത് ആരെയാ? ക്രിസ്തുവിനെയാ. ശരിക്കും സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഇതാ മറിയയുടെ അടുക്കൽ ചെന്നു യഹൂദന്മാർ, ഇതാ വീഞ്ഞില്ല. മറിയ ആരെ കാണിച്ചു കൊടുത്തു? യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു. ദേ അവന്റെ അടുക്കൽ ചെല്ലുവിൻ, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവിൻ. മനസ്സിലാവുന്നുണ്ടോ? ആ യേശുവിൻ്റെ അടുക്കൽ ഇതാ നമ്മളെത്തി. യേശു നേരെ വേരൽ ചൂണ്ടി തൻ്റെ പിതാവിങ്കലേക്ക്. പിടുത്തം പോണുണ്ടോ? പിടുത്തം കിട്ടിയോ? എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, എന്നെ അയച്ച പിതാവ് എന്ത് ചെയ്യുന്നു അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്നു. ഇതാ നിങ്ങൾ എവിടെ എത്തണം? എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അങ്ങോട്ട് എങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ വഴിയും സത്യവും ജീവനുമായി എന്നിലൂടെ അല്ലാതെ ആർക്കും അവിടെ എത്താൻ കഴിയുകയില്ല. അപ്പോൾ അവസാനം എല്ലാവരും എവിടെ എത്തും? പിതാവിൻ്റെ അടുക്കിലെത്തും. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി ഇത് തന്നെ, ക്രിസ്തുവെ കാണിച്ചു കൊടുക്കുക. ആ പിതാവിങ്കിലേക്കുള്ള ഏക വഴി ക്രിസ്തുവാണ് എന്ന് ജനത്തോട് പറഞ്ഞു കൊടുക്കുക. ആ പിതാവോടുകൂടി ക്രിസ്തുവിലുള്ള ജീവിതമാണ് സുവിശേഷം. Dear brothers, as you know, Paul is not just an apostle, he was also a teacher of the word of God. And you can see that Paul credits that whatever he received from Lord Jesus. He credits that in Galatians chapter 1 verse 12, for I neither received it from man nor was I taught it, but it came through the revelation of Jesus Christ. So you can see that Paul is crediting whatever he is teaching, whatever he's getting, he's crediting it to Lord Jesus Christ. It is in the same way that we can see that when during the incident at Cana, when people approached Mary said, go and listen to this person. Paul is saying, go and listen to Jesus. In the same way, Mary is saying, go and listen to Jesus and do whatever Jesus says you. And when a person goes to Jesus, what does Jesus say? Jesus himself in turn redirects him to the Heavenly Father. And Jesus in turn says that you want, I can do nothing of myself. Everything I do, I see my Father. Everything my Father does, I does. So and then you ask, how do we reach to Jesus and reach to the Heavenly Father? And Jesus says that, come, I am the way, truth and life, and no one reaches the Father except through me. So that's the gospel of the kingdom of God. How we should be going to Jesus and not just relying at various teachers. Instead, we should go to Jesus, and through Jesus we should reach the Heavenly Father. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, സകലത്തിൻ്റെയും സോഴ്സ് എന്ന് പറയുന്ന ആബ ഫാദർ എന്ന് പറയുന്ന സ്വർഗസ്ഥ പിതാവാണ്. സ്വർഗസ്ഥ പിതാവിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ആ സ്വർഗസ്ഥ പിതാവ് നമുക്ക് കാണിച്ചു തന്നു. ലൂക്കോസ് 9:35 നമുക്ക് കാണിച്ചു തന്നു. ഇവൻ ആരാന്നറിയോ? ഇവനെൻ്റെ പ്രിയ പുത്രനാണ്, ഇവന് നിങ്ങൾ ചെവി കൊടുപ്പിൻ. ആ വാക്യം ഒന്ന് വായിച്ച്. ലൂക്കോസ് 9:35. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദമുണ്ടായി. ഇവനാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന ആൾ, ഇവനാണ് നിങ്ങൾക്ക് സന്ദേശം തരുന്നത്, ഇവന് ചെവി കൊടുപ്പിൻ. ആ യേശുവാണ് തുടർന്ന് ഈ 5 അംഗ ശുശ്രൂഷ സംഘത്തെ തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിലും ടീച്ചർമാർ ഉണ്ട്. അപ്പോൾ ഈ താഴെയുള്ളവരാരും ഈ പുത്രൻ്റെയോ പിതാവിൻ്റെയോ സ്ഥാനങ്ങളൊന്നും അപഹരിച്ചെടുക്കാനോ മാറ്റുവാനോ പാടില്ല. ഈ തന്ന അധികാരം കൊണ്ട് നിങ്ങളുടെ സിംഹാസനം ഉണ്ടാക്കാനും പാടില്ല. പകരം തന്നതിൻ്റെ ഉദ്ദേശം ജനത്തെ സ്വർഗരാജ്യത്തിൽ എത്തിക്കാനാണ്. പക്ഷെ നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് നിങ്ങളത് അടച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കുന്നു. നിങ്ങൾ നരകയോഗ്യരാണ് എന്നതാണ് ഇവിടുത്തെ സന്ദേശം. So dear brothers, just to repeat, our Heavenly Father is our Abba Father. He is the source of everything. And we can see his instruction in Luke chapter 9 verse 35, where our Heavenly Father says, and a voice
came out of the cloud saying, "This is my beloved son, hear him." So you can see that our Heavenly Father, who is the source, who is saying that go and listen to our Lord Jesus. And our Lord Jesus himself has set a ministers over the church. And the ministers of each of the ministers should not try to usurp the position of our Lord Jesus or the Heavenly Father using the ministry that God has given him. Instead, he should use his ministry to draw people and make them enter into the kingdom of God and have them reach the Heavenly Father. And if you don't do that, it is such people that our Lord Jesus was describing in Matthew 23 verse 9 and 10. And it is such people that in Matthew 23 our Lord Jesus was describing, and such people are worthy of hell. ശ്രദ്ധിച്ച്, ഇനി അടുത്തത്, ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഒരുവനത്ര നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. ആ സ്വർഗസ്ഥ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭൂമിയിൽ ജഡത്തിൽ പിതാക്കന്മാരില്ലെന്നല്ല, പിതാക്കന്മാർ ഉണ്ട്. ആത്മമണ്ഡലത്തിൽ പിതാക്കന്മാരില്ലെന്നല്ല, പിതാക്കന്മാരുണ്ട്. എന്നാൽ ഇവർക്കെല്ലാം ഉപരിയായി ആത്മാക്കളുടെ പിതാവുണ്ട്. ആ പിതാവാണ് സ്വർഗസ്ഥനായ പിതാവ്. ആ സ്ഥാനം നിങ്ങൾ മനുഷ്യരുടെ ഉള്ളിൽ നിങ്ങളാക്കി അടിച്ചു മാറ്റി എടുക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ സാരം. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി, മറ്റു പിതാക്കന്മാരുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യൻ അതിൻ്റെ 4-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. അപ്പോൾ പിതാക്കന്മാരുണ്ടല്ലോ, മനസ്സിലായോ? അപ്പോൾ പിതാക്കന്മാരുണ്ട്, ഭൂമിയിൽ ജഡത്തിലെ പിതാക്കന്മാരും ഉണ്ട്, അതോടൊപ്പം തന്നെ സുവിശേഷം കൊണ്ട് ആത്മീയ പിതാക്കന്മാരും ഉണ്ട്. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ഹല്ലേലൂയ, മനസ്സിലായോ? ക്രിസ്തുയേശുവിൽ ഞാനാണ് നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ജനിപ്പിച്ചവനെയാണ് പിതാവെന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ പിതാക്കന്മാർ ആര് സ്വർഗസ്ഥനായ പിതാവ് അല്ല. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് ഹെബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പിതാക്കന്മാരെ സഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. ജഡസംബന്ധമായ പിതാക്കന്മാരും ആത്മസംബന്ധമായ പിതാക്കന്മാരും. അതും കൂടി ഒന്ന് വായിച്ചിട്ട് ട്രാൻസ്ലേഷനിലേക്ക് പോവാം. വായിച്ചാട്ടെ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങി പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? മനസ്സിലായി? ഈ പിതാക്കന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരാരും ആരല്ല? സ്വർഗസ്ഥനായ പിതാവ് അല്ല. അത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തുവിൻ്റെയും നമ്മുടെയും അപ്പനായ സ്വർഗസ്ഥ പിതാവ്. ആ സ്ഥാനം വേറൊരാൾക്കും കൈമാറരുത് എന്നതാണ് ഇവിടുത്തെ സന്ദേശം. So dear brothers, we can see from Matthew 23 verse 9 and 10, Jesus is not telling that we don't have fathers in this flesh, but Jesus is saying we do have fathers in this flesh, we do have teachers in this flesh, and we should call them father and teacher, but we have only in the spiritual realm, our Heavenly Father is the Father of all our souls. And you can see verse in 1 Corinthians chapter 4 verse 15, where we can see that we do have fathers in this flesh as well, and that is 1 Corinthians chapter 4 verse 15. For though you might have 10,000 instructors in Christ, yet you do not have many fathers, for in Christ Jesus I have begotten you through the gospel. So here Paul is saying to the people in Corinthian, to the church in Corinthian, that I am the father who begot you in Christ Jesus. So Paul is claiming himself the portion of their fleshly father, but having said that, we only have one Heavenly Father, and this is in Hebrews chapter 11 verse 12 verse 9. Chapter 12 verse 9. Furthermore, we have human fathers who corrected us, and we paid them respect. Shall we not much more readily be in subjection to the Father of spirits and live? So you can see that there is only one we have a Father of our spirits, and that is our Heavenly Father, and we can see that here, and we should only call him as the Father of our spirits. Hallelujah. അപ്പോൾ തന്നെ ആ വ്യക്തി ചോദിക്കാത്ത ഒരു ഭാഗം കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. അതിൻ്റെ താഴെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ നായകന്മാർ എന്ന് പേരെടുക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. പിടുത്തം കിട്ടിയ
നായകൻ എന്ന് പറയുന്നത് നയിക്കുന്ന ആളാണ്, ലീഡറാണ്. ആ ലീഡറായ ക്രിസ്തു നമ്മളെ നയിക്കുകയാണ്. എങ്ങോട്ടേക്ക്? അത് പിതാവിൻ്റെ അടുക്കലേക്ക്. ഇതുകൊണ്ടാണ് 25 പ്രാവശ്യത്തിലധികം 4 സുവിശേഷത്തിൽ എഴുതിയിരിക്കണം, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. ഞാൻ മുമ്പേ പോകുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നു. ഈ ക്രിസ്തീയ ജീവിതം ഒരാത്മീക യാത്രയാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഭൂമിയിൽ നായകന്മാരെന്ന് പറയുന്നു. ഇവരൊക്കെ നായകന്മാർ തന്നെയാണ്. പക്ഷേ ഇവരൊക്കെ യഥാർത്ഥ നായകനെ അനുഗമിക്കുന്നവരാണ്. ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ എന്നെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികൾ ആകുവിൻ. ദ റിയൽ നായകൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. മുമ്പേ പോയിരിക്കുന്നു, നമ്മൾ ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? കാര്യം ക്ലിയർ ആയെന്ന് ചിന്തിക്കുകയാണ്. ഇവിടെ പറയുന്ന സാരം എന്ന് പറയുന്നത്, ദൈവം തന്ന ആ സ്ഥാനമാനങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. അത് നിങ്ങൾക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കാനല്ല. അതുകൊണ്ട് പോകേണ്ടത് ജനം ദൈവസന്നിധിയിലെത്താൻ അത് ഉപകാരപ്രദമായി തീരണം. Dear brothers, I hope that clears the question. In addition, let me also answer one more question which was not really asked in the question. It is, you shall not take for yourself the position of leaders as well, for there is only one leader, and that's our Lord Jesus Christ. And this also means the same thing. Although we may have earthly leaders, but Jesus is our true leader, and that's why more than 21 times in the gospel it is Jesus says that follow me, and leader is one who leads, and the rest of us are we follow Jesus in all his ways. And so remember that even though there may be leaders in this world, but they are all sub leaders who are subject to the true leader, our Lord Jesus, and they are supposed to follow our Lord Jesus. So again the whole idea is that whatever position that God has given you, whatever position that God has established you in this world, do not try to usurp more than what God has given you, and try to be faithful in what God has given you. ഇവിടെ ശ്രദ്ധിക്കുക, എൻ്റെ കോവർക്കേഴ്സായിട്ട് ശ്രദ്ധിക്കുന്ന, ഇപ്പോഴും തുറന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവരോടും പറയട്ടെ, ദൈവം നമ്മളെ പല സ്ഥാനങ്ങളിലും കൊണ്ടുവരും. മോശയുടെ പീഠത്തിലിരുത്തും, പല സ്ഥാനങ്ങളിലും കൊണ്ടുവരും. അതാണ് കർത്താവായ യേശു ചെയ്യുന്നത്. 5 അംഗ ശുശ്രൂഷ സംഘത്തെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അസോസിയേറ്റ് സംഘത്തെയൊക്കെ തിരഞ്ഞെടുക്കും. അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു യൂദാസിനെ പോലെ ആകാം. യേശു ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയിലൂടെ ആ ശുശ്രൂഷയിലേക്കല്ല പണം ഗ്യാദർ ചെയ്യുന്നതിന് നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം. അല്ല എങ്കിൽ ഇതാ തന്നെ ഏൽപ്പിച്ച ദൈവം തനിക്ക് ഇതാ ഒരു സ്ഥാനം കൊടുത്തു. അബ്ശാലോം എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. അബ്ശാലോമിന് രാജകുമാരനായി ദാവീദ് എന്ന രാജാവിനെ സപ്പോർട്ട് ചെയ്യുവാൻ തക്കവണ്ണം ദാവീദിൻ്റെ കൂടെ നിൽക്കാമായിരുന്നു. പക്ഷേ അബ്ശാലോം ചെയ്യാനെന്നറിയാമോ? ദാവീദ് പോലും അറിയാതെ ആ സിംഹാസനം അടിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ പദ്ധതികളും സ്വരുക്കൂട്ടി. പ്രിയ കുഞ്ഞെ, എന്ത് സംഭവിച്ചു യൂദാസിന് എന്ന് നിനക്കറിയാം. യൂദാസ് കെട്ടിഞ്ഞാണ് ചത്തു. എന്ത് സംഭവിച്ചു എന്ന് അബ്ശാലോമിന് എന്ത് സംഭവിച്ചു എന്നറിയാം. അബ്ശാലോം ഇതേപോലെ തന്നെ യാത്ര പോകുമ്പോൾ മരത്തിൽ കുടുങ്ങി തൂങ്ങിക്കിടന്ന് മരിച്ചു, തല്ലിക്കൊന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ഭൗതികത്തിലെ എക്സാമ്പിളുകളാണെങ്കിലും ഇന്ന് ഈ ക്രിസ്തീയ മാർഗം ഉപയോഗിച്ച് തങ്ങൾക്കൊരു സിംഹാസനം ഉണ്ടാക്കുന്ന എല്ലാ വ്യക്തികളോടും പറയട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവരുടെ ദൈവം വയറ്, അവരുടെ അവസാനം നാശം. ഇതുണ്ടാകാതിരിപ്പാൻ വളരെ ശ്രദ്ധിക്കുക. പരീശന്മാരെ പോലെ നരകയോഗ്യരാകാതിരിക്കുക. Dear brothers, let me warn all the servants of God who are listening to this. We should be faithful in whatever position that God has given us, and instead we should not try to usurp more than what God has given us and try to establish a throne for us like Judas did. And in the same way, we have another example in Absalom. He was a prince. He was born as son of King David, and he could have stayed by David and helped him in ruling the kingdom. Instead, he started a conspiracy to usurp David's throne. And we know what happened to Judah. Judah died by hanged himself and died. And we know what happens to Absalom. He was killed. So dear brothers, we should not try to establish a throne for ourselves. Instead, we should be faithful in whatever position that God has given us. അടുത്തൊരു ചോദ്യത്തിലേക്കും കൂടെ കടക്കുകയാണ്. ഉത്തരം ആവശ്യമുള്ള ചോദ്യങ്ങൾ എന്ന ടൈറ്റിലാണ് വന്നിരിക്കുന്നത്. പ്രാർത്ഥനാലയത്തിൽ വന്നപ്പോഴാണ് ദീർഘവർഷം വിശ്വസിച്ച സുവിശേഷമല്ല യേശു പ്രസംഗിച്ചതെന്ന്
ഒരു ഇടിമുഴക്കം പോലെ ഞങ്ങൾ 100% മനസ്സിലാക്കിയത്. ഞങ്ങൾ അനുഗമിച്ചു പോന്ന മറ്റൊരു സുവിശേഷം നിങ്ങൾ തരിപ്പണമാക്കി തകർത്ത് നിലംപരിചാക്കി കയ്യിൽ തന്നു. ശ്രദ്ധിക്കുക, കർത്താവായ യേശുവോ, ഞങ്ങളല്ല. എന്നാൽ നാട്ടിലേക്ക് യോഗം കഴിഞ്ഞ് വണ്ടി വിടുന്നവരെല്ലാം മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്ന മാതൃസഭകളിൽ തന്നെയല്ലേ തുടർന്നും ജീവിക്കുക? ഒരു ചോദ്യമാണ്. തീർച്ചയായും അതിൻ്റെ ഉത്തരം ഇന്ന് രാവിലെ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളോട് കൂടെയുള്ളവർ ആരും നരകത്തിൽ പോകാതിരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ജനറലായിട്ട് ഇത് പോയി പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രയാസമായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തിപരമായി, ഒരു ദൈവദാസനാണെങ്കിൽ ആ ദൈവം പ്രാർത്ഥിച്ച് ഒരുങ്ങി വ്യക്തിപരമായി ആ ദൈവദാസൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു തിരുവചനത്തിലെ എന്ന് പറഞ്ഞ് വ്യക്തിപരമായി ആ ദേവദാസനെ പ്രാർത്ഥനയോടെ കണ്ട് സൗമ്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതേപോലെ തന്നെയാണ് ഓരോ കൂട്ടു സഹോദരങ്ങളെയും. ജനറലായിട്ട് പറയരുത്. ജനറലായിട്ട് പറഞ്ഞാൽ ഒരാളെ എതിർത്താൽ മതി, എല്ലാവരും തെറ്റിദ്ധരിക്കാൻ ഇടയാകും. ഇനി നിങ്ങളുടെ ഗ്രോവിങ് ഗ്രൗണ്ട്, അങ്ങനെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നിങ്ങളുടെ ഗ്രോവിങ് ഗ്രൗണ്ട്, ഇതുവരെ ആയിരുന്ന ഗ്രോവിങ് ഗ്രൗണ്ട്, നിങ്ങൾ വളരുന്ന ഗ്രൗണ്ട്, അതിന് ഗ്രോവിങ് ഗ്രൗണ്ട് അല്ല വർക്കിംഗ് ഗ്രൗണ്ടായിട്ട് മാറണം. കാരണം അതും കൊണ്ട് പോയാൽ നിങ്ങൾ കിടക്കത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. പകരം അവിടെയുള്ള ആ ദൈവദാസനെയും ദൈവമക്കളെയും കൂടെ ദൈവരാജ്യത്തിലെത്തിപ്പാൻ ഈ സത്യവചനങ്ങൾ അപ്പോഴും ചെല്ലുമ്പോൾ അവരോട് ചോദിക്കേണ്ട ഒരു കാര്യം, ദൈവദാസനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈ ബൈബിളിലെ വചനമാണോ? അതാണ് ആദ്യം ചോദിക്കേണ്ടത്. ആണ് എന്ന് അദ്ദേഹത്തിൽ നിന്ന് ഒരു വേട് കിട്ടണം. എന്നിട്ട് വേണം കാര്യങ്ങൾ വചനപ്രകാരം. ദേവദാസനെ ഇത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നണം, ഇത് ശരിയാണോ ദേവദാസനെ? ഇങ്ങനെയാണെന്നും പറഞ്ഞ് അവതരിപ്പിക്കരുത്, ഇത് ശരി ആണോ ദേവദാസനെ? പിടുത്തം കിട്ടിയോ? അങ്ങനെ അവരുടെ ഈഗോയെ ഉണർത്താതെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ അവരെ നേടി. ഈഗോ എഴുന്നേറ്റാൽ പോയി. പിടുത്തം കിട്ടിയ? ഈഗോ എഴുന്നേക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, തുടർന്ന് കാര്യങ്ങളെ അവതരിപ്പിക്കുക. മനസ്സിലായല്ലോ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇൻ ഷോർട്ട് വേണ്ടല്ലോ? ഓക്കെ, ഗോ ഹെഡ് ദെൻ. ഇരുന്നാട്ടെ. ഓക്കെ, ഞാനിത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, കൊച്ചു കൊച്ചു ചോദ്യങ്ങളാണ്. ലോർഡ് ഐ ലവ് യു. ഇനി ആ സഭകളിൽ തന്നെയല്ലേ ജീവിക്കുക എന്ന് പറഞ്ഞ ആ സംഭവം രാവിലെ നിങ്ങളോട് പറഞ്ഞു. എന്ത് ചെയ്യണം? നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ അവരെ നേടിയാൽ ദൈവത്തിന് സ്തോത്രം. പക്ഷേ പറ്റിയില്ലെങ്കിൽ അവർ നിങ്ങളെ പുറത്താക്കും. അവർ പറയും ഇനി വരണ്ട എന്ന് പറയും. യേശു ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ട ആക്കുമെന്നും. എന്നാൽ അതിനിടയിൽ ചിലരെങ്കിലും നേടാൻ ദൈവം നിങ്ങളെ സഹായിക്കും. മനസ്സിലായോ? മരണം നമ്മളെ ഏതായാലും ഇപ്പോൾ ഇവിടുന്ന് പുറത്താക്കും. അതിനു മുമ്പ് കുറച്ച് പേരെങ്കിലും നേടാൻ കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഐ ലവ് യു. ഒരു സുപ്രധാന ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പേപ്പർ വന്നിട്ടുണ്ട്. ഇവിടെ ഇതുവരെ ഉദ്ധരിച്ച വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മറച്ചു വയ്ക്കപ്പെട്ട യേശു പറഞ്ഞ സുവിശേഷം തെളിഞ്ഞു കിട്ടി. അതായത് വയലിൽ ഒളിച്ചു വെച്ച നിധി തെളിഞ്ഞു കിട്ടി. ഈ വാക്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ കാണാമെങ്കിലും വേറെ ആളുകളോട് എടുത്തു പറഞ്ഞു കൊടുക്കാൻ വാക്യങ്ങളുടെ നമ്പറും അധ്യായങ്ങളും അറിയില്ല. ഈ വാക്യങ്ങൾ വലുപ്പത്തിൽ എഴുതിയ ലഘുപുസ്തകമുണ്ടോ? നല്ലൊരു ചോദ്യമാണ് പ്രിയ സഹോദരങ്ങളെ. ഇവിടെ നമ്മളുടെ ട്രാക്റ്റ് ഉണ്ട്. എന്താണ് സുവിശേഷമെന്ന് എഴുതിയിരിക്കുന്ന ട്രാക്റ്റ് ഉണ്ട്. മാത്രമല്ല ഇത് വലുപ്പത്തിൽ എഴുതിയ, ചിത്ര രൂപത്തിൽ എഴുതിയ ഒരു ക്രമീകരണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഈ കൂട്ടത്തിൽ ചിലപ്പോൾ ആ സഹോദരി കാണുന്നുണ്ടാകുമായിരിക്കാം.
കോട്ടയത്തെ ഒരു സഹോദരിയാണ് ഈ സന്ദേശങ്ങൾ നിരന്തരം കേട്ട് ഒരു ട്രാക്റ്റ് പോലെ 1, 2, 3 ട്രാക്റ്റ് പോലെയൊക്കെ ആക്കി കറക്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടു നൽകിയിട്ടുണ്ട്. 2 പ്രാവശ്യം അത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരത് പ്രിൻ്റ് ചെയ്ത് രഹസ്യമായി ഓരോ ദേവദാസന്മാരുടെ അടുക്കൽ പോയി ശുശ്രൂഷ അവിടെ ഉണ്ട്. അവരത് പരസ്യമാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സഹോദരി, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാട്ടോ, ഓക്കെ, അങ്ങനെ ഒരു സഹോദരി ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ട്. അവർ പ്രിൻ്റ് ചെയ്ത് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടുമെങ്കിൽ അത് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ റിലീസ് ചെയ്തിട്ടുള്ള ട്രാക്റ്റാണ്. എന്താണ് രാജത്വത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ടൈറ്റിലാണ്. അടുത്ത ഭൂമിയുടെ രാജാക്കന്മാരാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ടൈറ്റിലുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോകാം. അത് ഫണ്ട് മുടക്കി പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. കൊണ്ടുപോയി അവിടെ ഇവിടെയും കാനയിലൊന്നും കളയരുത്. അതൊക്കെ കണക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാനാണെങ്കിൽ നിങ്ങൾക്കത് ദേവദാസന്മാരോട് ചോദിച്ച്, സന്തോഷ് പാസ്റ്ററോട് ചോദിച്ച് നിങ്ങൾക്കത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കൊണ്ടുപോകാവുന്നതാണ്. മറ്റത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ സിസ്റ്ററെ കോൺടാക്ട് ചെയ്യാൻ അവർ പ്രിൻ്റ് ചെയ്ത് അധികം പ്രിൻ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങളുടെ മേഖലയിൽ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ചെയ്യുക. അതൊരു ചിത്രത്തിലൂടെയൊക്കെയാണ് അത് വരച്ച് അവരാ ശുശ്രൂഷ ചെയ്യുന്നത്. Lord, I love you. മറ്റൊരു ചോദ്യമുണ്ട്. ഒരല്പം സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. അത് നമുക്കിപ്പോൾ ചെയ്യാനുള്ള സമയമില്ല. വളരെ വില കൊടുത്തും രക്തസാക്ഷ്യം വഹിച്ചും വരെ കടന്നുപോയി ഇന്നും ജീവിക്കുന്ന സത്യസന്ധരായ പരിജ്ഞാനികളായ വിശ്വാസികൾ ഏതൊക്കെ വചനങ്ങളുടെ പിൻബലത്തിലാണ് യേശു തന്നെയാണ് സർവശക്തനായ ദൈവമെന്ന വിശ്വാസത്തിൽ ലോക്കപ്പിലായത്? ലോക്ക് ചെയ്യുന്ന വചനങ്ങൾ ഇതിലുണ്ട്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ പുത്രൻ ദൈവം തന്നെയാണ്. പക്ഷേ അത്യുന്നതനായ ദൈവമാക്കി മാറ്റി അത്യുന്നതനായ പിതാവിനെ റീപ്ലേസ് ചെയ്തത് പിശാചിൻ്റെ പണിയാണ്. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. അത് ചെയ്യരുത്. ഒരൊറ്റ വചനം വായിച്ചിട്ട് ഞങ്ങൾക്ക് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നവരാണല്ലോ അല്ലേ? യേശുവിൻ്റെ ജനനത്തിൽ തന്നെ ശ്രദ്ധിച്ചോളൂ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 31, 32 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തു അത്യുന്നതനായ ദൈവമാണോ അതോ അത്യുന്നതനായ ദൈവത്തിൻ്റെ മകനാണോ എന്ന് സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വായിച്ച്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കേട്ടോ? ഇനി നമുക്ക് വെല്ലം കൂട്ടിച്ചേർക്കണോ? ഇതിലേക്ക് വെല്ലം കൂട്ടിച്ചേർക്കണോ? നമ്മളാരും എന്തെങ്കിലും പറഞ്ഞോ? സ്വർഗത്തിൽ നിന്ന് ദൂതം വന്ന് മറിയോട് പറയാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ അത്യുന്നതൻ എന്ന് പേര് വിളിക്കും എന്നാണോ പറഞ്ഞേ? അല്ല, അത്യുന്നതൻ്റെ മകൻ എന്ന് പേര് വിളിക്കും. ഇനി നമ്മൾ എന്നിട്ട് എന്തിനാ നമുക്കൊരു നരകം തോന്നണേ? മനസ്സിലായോ? ആമേൻ പറഞ്ഞാൽ പോരെ അല്ലേ? ആമേൻ പറഞ്ഞാൽ പോരെ? നമ്മളായിട്ട് നരകം തോന്നണ്ട. ഇനി ഇതുപോലെ കുറേ വചനങ്ങളുണ്ട്. ഈ വചനങ്ങൾ ഇന്ന് സഭയെ പിടിച്ചിട്ടേക്കണ വചനങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അറിയാം. ഇതൊക്കെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കലും ബൈബിൾ തെറ്റായി വ്യാഖ്യാനിക്കത്തില്ല, ബൈബിൾ കൂട്ടിയടിക്കത്തില്ല. ഈ പറയുന്ന ധാരാളം വചനങ്ങൾ ഇത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണെന്ന് വിശുദ്ധ ബൈബിളിലൂടെ പരിശോധിച്ച് കാണാം. അത് നമുക്ക് മറ്റൊരു സമയം ഡിസ്കസ് ചെയ്യുക. സ്ക്രീനിൽ അതിൻ്റെ ഹെബ്രായ വേർഡ് ഗ്രീക്ക് വേർഡൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാകും. മനസ്സിലായോ? റോമ 9:5, ടൈറ്റസ് 2:12, 13 ഇങ്ങനെ കുറേ വേർഡുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് വന്നതാണ്. ഈ കയറി ഇത് എവിടെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് കാണുന്നോ അവിടെ പിശാച് പിടിച്ചിട്ട് തെറ്റായ ഒരു ഡോക്ടറിൻ അടിച്ചിട്ട് എങ്ങനെയെങ്കിലും പിതാവിനെ ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ ഒറിജിനൽ യേശു ഒരിക്കലും പിതാവിനെ ഒഴിവാക്കുകയല്ല, പിതാവിനെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. പിന്നെ വ്യക്തിപരമായി പറയാൻ മടിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം? അത് നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദ്യങ്ങൾ ചോദിക്കാം. പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അതൊക്കെ സാവധാനത്തിലേ വരത്തുള്ളൂ. അത് ക്യൂവിൽ കിടക്കുകയുള്ളൂ. പിന്നെ എല്ലാ സാറ്റർഡേകളിലും ഇവിടെ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ സൂമിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ സൂം ലിങ്ക് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും കാര്യം മനസ്സിലാക്കുക. ഒന്നേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ തികഞ്ഞവരായി ദൈവസന്നിധിയിലെത്തണം. അല്ലാതെ വേറെ ഒരു
ലക്ഷ്യവുമില്ല. ഇതാ എൻ്റെ പുറകെ അല്ല വരേണ്ടത്, ക്രിസ്തുവിൻ്റെ പുറകെ പോവുക. അങ്ങനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്നിലും ക്രിസ്തുവിലെ നല്ല സ്വഭാവങ്ങൾ നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഹല്ലേലൂയ. എന്നാൽ എല്ലാം തികഞ്ഞൊരു വ്യക്തിയല്ല ഞാൻ. കുറേ കുറവുകൾ എനിക്കുണ്ട്. പക്ഷേ കുറവില്ലാത്ത ക്രിസ്തു എൻ്റെ തലയായിട്ട് ഉണ്ട്. ഓരോ നിമിഷവും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് എൻ്റെ എന്തെങ്കിലും കുറവ് കണ്ടിട്ട് നിങ്ങളിങ്ങനെയാണല്ലോ ജീവിക്കണേന്ന് പറയണ്ട. എനിക്ക് കുറവ് ധാരാളം ഉണ്ട്. പക്ഷേ എൻ്റെ കുറവുകൾ നന്നായിട്ട് അറിയുന്നത് എൻ്റെ സ്വർഗ്ഗസ്ഥ പിതാവും ക്രിസ്തുവുമാണ്. അവരത് കഴുകി ശുദ്ധീകരിച്ചോളും. എനിക്കും വലിയ താല്പര്യം അതിനുവേണ്ടിയുണ്ട്. പിന്നെ നിങ്ങൾക്കും എന്നെ സഹായിക്കാം. എപ്പോൾ വചനപ്രകാരം എന്തെങ്കിലും അങ്ങനെയല്ല ജീവിക്കുന്നെങ്കിൽ കാണിച്ചു തരിക. ഞാൻ വചനപ്രകാരം ജീവിക്കാൻ കർത്താവിൽ ശരണപ്പെടാം. ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു അപ്പാ, താങ്ക് യു. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഓ ഫാദർ, വി താങ്ക് യു, വി ഗീവ് യു ഗ്ലോറി. ലവ് യു ഡാഡ്, വി ലവ് യു. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്തിലെ സന്ദേശങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാൽ നന്ദി. അങ്ങ് ഞങ്ങൾക്ക് തരുന്ന സ്ഥാനമാനങ്ങൾ അങ്ങ് ദാനമായി തന്നതാണെന്നും അതുകൊണ്ട് ഞങ്ങളും അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച വ്യക്തിത്വങ്ങളും സ്വർഗരാജ്യത്തിലെത്തുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടതെന്നും അങ്ങ് തന്ന സ്ഥാനമാനങ്ങൾ കൊണ്ട് ഞങ്ങൾക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കുകയല്ല എന്നും അങ്ങ് ഞങ്ങൾക്ക് തന്ന വാണിങ്ങിനായി നന്ദി. സ്വർഗസ്ഥ പിതാവിൻ്റെയും പുത്രനായ ക്രിസ്തുവിൻ്റെയും സ്ഥാനം അടിച്ചു മാറ്റുന്നൊരു ശുശ്രൂഷ ഞങ്ങൾ ചെയ്യരുതെന്നും അങ്ങ് തന്ന വാണിങ്ങിനായി നന്ദി. പ്രിയ നല്ല പിതാവേ, ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇനി മുതൽ ക്രിസ്തുവെ അനുഗമിച്ച് പിതാവിൽ എത്തിച്ചേരുന്ന ആ ക്രിസ്ത്യാനി രൂപത്തിലേക്ക് എത്തിച്ചേരുന്ന മക്കളായി ഞങ്ങൾ ഏവരെയും മാറ്റണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ആരും സ്വയത്തിൽ പുകഴാതെ എല്ലാവരും ക്രിസ്തുവിൽ അങ്ങിൽ പുകഴുവാൻ സഹായിക്കണമേ. സർവമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ധ്യാനമനോഹരമായി അങ്ങ് നടത്തി ഞങ്ങളെ ക്രിസ്തുവിൽ അവയവങ്ങളായി ഉപയോഗിച്ചു. എല്ലാം അങ്ങിൽ നിന്ന് ആരംഭിച്ചു, അങ്ങേക്ക് വേണ്ടി ചെയ്തു. അങ്ങിലേക്ക് അതിൻ്റെ മഹത്വം മടങ്ങുന്നു. എല്ലാം അങ്ങിൽ തന്നെ. സർവമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. നാളത്തെ തിരുവത്താഴ് ശുശ്രൂഷയെയും സഭായോഗത്തെയും ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മക്കളുടെ ആ നല്ല സാക്ഷ്യത്തോടു കൂടെ നാളെ ശുശ്രൂഷയിൽ പ്രവേശിപ്പാൻ അങ്ങിടയാക്കുന്നതിനായി നന്ദി. എല്ലാവരും ഒരുക്കത്തോടെ കടന്നു വരും. അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വം അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.